ഹായ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്തായാലും ഞാൻ ഇന്ന് ക്ലാസ് എടുക്കുക ഇൻ്റഗ്രേഷൻ്റെ ബാക്കി തന്നെയാണ്. അപ്പോൾ ഇന്ന് അതിൻ്റെ ബാക്കി നമുക്ക് നോക്കാം. അപ്പോൾ ഇന്ന് എടുക്കുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യമാണ് എടുക്കുന്നത്. ഇൻ്റഗ്രൽസ് ഓഫ് സം പെർട്ടിക്കുലർ ഫങ്ഷൻസ് ബോർഡുമേൽ ഞാൻ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ റിസൾട്ട് ഞാൻ എഴുതിയ ഈ റിസൾട്ട് നിങ്ങൾ എന്തായാലും ബൈ ഹാർട്ട് ചെയ്യണം. ഇനി ഈ ചാപ്റ്റർ മുന്നോട്ട് പോകുന്നത് ഈ റിസൾട്ട് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഞാൻ ജസ്റ്റ് റിസൾട്ട് ഒന്ന് വായിക്കാം. ഒന്നാമത്തെ റിസൾട്ട് ഇൻ്റഗ്രൽ ഡി എക്സ് ബൈ എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഈക്വൽ ടു 1/2a ലോഗ് മോഡ് എക്സ് മൈനസ് എ ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് എ പ്ലസ് സി. രണ്ടാമത്തെ റിസൾട്ട് ഇൻ്റഗ്രൽ ഡി എക്സ് ബൈ എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഈക്വൽ ടു 1/2a ലോഗ് മോഡ് എ പ്ലസ് എക്സ് ബൈ എ മൈനസ് എക്സ് പ്ലസ് സി. മൂന്നാമത്തെ റിസൾട്ട് ഇൻ്റഗ്രൽ ഡി എക്സ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഈക്വൽ ടു 1/a ടാൻ ഇൻവേഴ്സ് എക്സ് ബൈ എ. നാലാമത്തെ റിസൾട്ട് ഇൻ്റഗ്രൽ ഡി എക്സ് ബൈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഈക്വൽ ടു ലോഗ് മോഡ് എക്സ് പ്ലസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ. അഞ്ചാമത്തെ റിസൾട്ട് ഇൻ്റഗ്രൽ ഡി എക്സ് ബൈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഈക്വൽ ടു ലോഗ് മോഡ് എക്സ് പ്ലസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ പ്ലസ് സി. ആറാമത്തെ റിസൾട്ട് ഇൻ്റഗ്രൽ ഡി എക്സ് ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ എ പ്ലസ് സി. അപ്പോൾ നിങ്ങൾ ഇത് ബൈ ഹാർട്ട് ചെയ്യുക. നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇൻ്റഗ്രൽ ഡി എക്സ് ബൈ എക്സ് സ്ക്വയർ മൈനസ് 9. അങ്ങനെയാണെങ്കിൽ ആൻസർ ഇതാ ഈ റിസൾട്ടിൽ അപ്ലൈ ചെയ്താൽ മതി. എന് പകരം എന്താണ്? എ എന്ന് പറഞ്ഞാൽ 3 ആണ്. 3 സ്ക്വയർ 9 എന്ന് പറഞ്ഞാൽ 3 സ്ക്വയർ. അപ്പോൾ ആൻസർ 1/2 × 3 ലോഗ് മോഡ് എക്സ് മൈനസ് 3 പ്ലസ് ബൈ എക്സ് പ്ലസ് 3 പ്ലസ് സി. ഒന്നാമത്തെ ആൻസർ കഴിഞ്ഞ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇൻ്റഗ്രൽ ഡി എക്സ് ബൈ 5 മൈനസ് എക്സ് സ്ക്വയർ ഈക്വൽ ടു എന്താണ് ഇവിടെ? ഹിയർ എ ഈക്വൽ ടു എന്താണ്? √5 ആണ്. കാരണം √5 സ്ക്വയർ ആണ് ഇവിടെ എഴുതേണ്ടത് എക്സ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആൻസർ 1/2 √5 ലോഗ് മോഡ് √5 പ്ലസ് എക്സ് ബൈ √5 മൈനസ് എക്സ് പ്ലസ് സി. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇൻ്റഗ്രൽ ഡി എക്സ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് 16. അങ്ങനെയാണെങ്കിൽ ഒരു സ്റ്റെപ്പ് വേണമെങ്കിൽ ഡി എക്സ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ എന്നത്. അങ്ങനെയാണ് ആൻസർ 1/4 ടാൻ ഇൻവേഴ്സ് എക്സ് ബൈ 4 പ്ലസ് സി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇൻ്റഗ്രൽ ഡി എക്സ് ബൈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 10. അങ്ങനെയാണ് ആൻസർ എന്താണ്? ഈ റിസൾട്ട് അപ്ലൈ ചെയ്യുക. ലോഗ് മോഡ് എക്സ് പ്ലസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 10 പ്ലസ് സി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇൻ്റഗ്രൽ ഡി എക്സ് ബൈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 25. അങ്ങനെയാണ് ആൻസർ ലോഗ് മോഡ് എക്സ് പ്ലസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 25 പ്ലസ് സി. അപ്പോൾ ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇൻ്റഗ്രൽ ഡി എക്സ് ബൈ റൂട്ട് ഓഫ് 7 മൈനസ് എക്സ് സ്ക്വയർ. ഹിയർ എ എന്ന് പറഞ്ഞാൽ √7 ആണ്. അപ്പോൾ ആൻസർ സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ √7 പ്ലസ് സി. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ടോപ്പിക് നോക്കാം. ഇൻ്റഗ്രൽ ഓഫ് ദി ഫോം ഇൻ്റഗ്രൽ ഓഫ് ദി ഫോം 1/ax സ്ക്വയർ പ്ലസ് bx പ്ലസ് സി ഡി എക്സ്. അങ്ങനെയാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ഇൻ്റഗ്രൽ ഡി എക്സ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് 4x പ്ലസ് 10. ഇൻ്റഗ്രൽ ഡി എക്സ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് 4x പ്ലസ് 10. നിങ്ങൾ ഇവിടെ ഫാക്ടറൈസേഷൻ ചെയ്യാൻ പറ്റുമോ നോക്കുക. ഫാക്ടറൈസേഷൻ ചെയ്യാൻ പറ്റുന്നില്ല ഈ ക്വസ്റ്റ്യൻ. അങ്ങനെ അഥവാ ഫാക്ടറൈസേഷൻ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത മെത്തേഡാണ് ചെയ്യേണ്ടത്. ഇൻ്റഗ്രേഷൻ ബൈ പാർഷ്യൽ ഫ്രാക്ഷൻ ആണ്. എന്തായാലും അതല്ല ഇനി നമ്മൾ ചെയ്യേണ്ടത്. അടുത്ത സ്റ്റെപ്പ് നോക്കേണ്ടത് എക്സ് സ്ക്വയറിൻ്റെ കോയിഫിഷ്യൻ്റ് എന്താണ്? ഇവിടെ എക്സ് സ്ക്വയറിൻ്റെ കോയിഫിഷ്യൻ്റ് 1 ആണ്. അതുകൊണ്ട് ഇത് തന്നെ മതി. ഇങ്ങനെയാണ് ആൻസർ ഡി എക്സ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് 4x പ്ലസ് ഈ എക്സിൻ്റെ കോയിഫിഷ്യൻ്റ് എന്താണ്? എക്സിൻ്റെ കോയിഫിഷ്യൻ്റ് 4. 4ൻ്റെ പകുതി 2ൻ്റെ സ്ക്വയർ ആഡ് ചെയ്യുക. 2 സ്ക്വയർ പ്ലസ് 10. ഒരു 2 സ്ക്വയർ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സബ്ട്രാക്ട് ചെയ്യുക. മൈനസ് 2 സ്ക്വയർ. അപ്പോൾ ഞാൻ ഒന്നുകൂടി പറയാം. ഫസ്റ്റ് സ്റ്റെപ്പ് എക്സ് സ്ക്വയറിൻ്റെ കോയിഫിഷ്യൻ്റ് 1 ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. 1 അല്ലെങ്കിൽ 1 ആക്കുക. നെക്സ്റ്റ് സ്റ്റെപ്പ് എക്സിൻ്റെ കോയിഫിഷ്യൻറ്റിൻ്റെ പകുതിയുടെ സ്ക്വയർ ആഡ് ചെയ്യുക. അതേ സംഭവം സബ്ട്രാക്റ്റും ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഇത് എന്തായിരിക്കും? ഇവിടെ മുതൽ ഇത് എന്തായിരിക്കും? ഇൻ്റഗ്രൽ ഡി എക്സ് ബൈ എക്സ്
പ്ലസ് 2 ഹോൾ സ്ക്വയർ പ്ലസ് 10 മൈനസ് 4. 10 മൈനസ് 4 എന്താണ്? 10 മൈനസ് 4 ഈക്വൽ ടു 6. 6നെ നമുക്ക് റൂട്ട് 6 ഹോൾ സ്ക്വയർ എഴുതാം. 6നെ നമുക്ക് റൂട്ട് 6. ഇതേത് ഫോമിലായി? ഇൻ്റഗ്രൽ ഡി എക്സ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. എന്താണ് റിസൾട്ട്? 1/a ടാൻ ഇൻവേഴ്സ് എക്സ് ബൈ എ. 1/a 1/√6 ടാൻ ഇൻവേഴ്സ് എക്സ് ബൈ എക്സിന് പകരം എക്സ് പ്ലസ് 2 ബൈ √6. അല്ലെങ്കിൽ നിങ്ങൾ പുട്ട് ടി ഈക്വൽ ടു എക്സ് പ്ലസ് 2 എന്നൊക്കെ ചെയ്യണം. അത് കുറച്ചുകൂടി സ്റ്റെപ്പ് വരും. ഇത് മതി ആൻസർ. ഇതാണ് ഒന്നാമത്തെ ആൻസർ. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ്റഗ്രൽ ഡി എക്സ് ബൈ 2x സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 3. ഇതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഇൻ്റഗ്രൽ ഡി എക്സ് ബൈ 2x സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 3. എന്താണ് ഞാൻ പറഞ്ഞത്? ഫസ്റ്റ് കോയിഫിഷ്യൻ്റ് ഓഫ് എക്സ് സ്ക്വയർ എന്താക്കണം? 1 ആക്കണം. ഇവിടെ 2 ആണല്ലോ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? 2 ഔട്ട്സൈഡ് ചെയ്യുക. 2 ഇപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് നിന്ന് 2 ഔട്ട്സൈഡ് ചെയ്താൽ എക്സ് ബൈ 2, 3 നിന്ന് 2 ഔട്ട്സൈഡ് ചെയ്താൽ 3/2. ഇനി ഡി എക്സ് ബൈ 2 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ബൈ 2 പ്ലസ് എക്സിൻ്റെ കോയിഫിഷ്യൻ്റ് 1/2. 1/2ൻ്റെ പകുതി. 1/2ൻ്റെ പകുതി എന്താണ്? 1/4. 1/4ൻ്റെ സ്ക്വയർ ആഡ് ചെയ്യുക. 1/4 സ്ക്വയർ പ്ലസ് 3/2 ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്ട്രാക്റ്റും ചെയ്യണം 3. ഓക്കെ. ഇനി ഇൻ്റഗ്രൽ 1/2 ഡി എക്സ് ബൈ ഇതെന്തായിരിക്കും? എക്സ് പ്ലസ് 1/4 ഹോൾ സ്ക്വയർ പ്ലസ് ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. 3/4 മൈനസ് 1/16. 3/2 minus 1/16. 16 3 into 8 24 minus 1 23/16. 23/16 root 23/4 ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് 1/a എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂട്ട് 23/4 ടാൻ ഇൻവേഴ്സ് എക്സിന് പകരം എക്സ് പ്ലസ് 1/4 ഡിവൈഡഡ് ബൈ റൂട്ട് 23/4. ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ 2 4 ക്യാൻസൽ ചെയ്ത് അപ്പോൾ ആൻസർ കിട്ടുക 2/√23. 2/√23 എന്നാണ് കിട്ടുന്നത്. ടാൻ ഇൻവേഴ്സ് ഇവിടെയും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 4 × x 4x പ്ലസ് 1/4 ബൈ √23/4. ആ 4 ക്യാൻസൽ ചെയ്യുക. അങ്ങനെയാണ് ആൻസർ ഉണ്ടാവുക. 4x പ്ലസ് 1/√23 പ്ലസ് c. ഇതാണ് ആൻസർ. അപ്പം നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് പോകുന്നു. അടുത്ത ടോപ്പിക്ക് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോ. ഇതാണ് എക്സാമിന് ഏറ്റവും കൂടുതൽ മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, നമുക്ക് നോക്കാം അടുത്ത ഫോം. ഇൻ്റഗ്രൽ ഓഫ് ദി ഫോം integral px plus q by ax square plus bx plus c dx. Integral of the form integral px plus q by ax square plus bx plus c. അങ്ങനെയാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യേണ്ടത്. px plus q ഈക്വൽ ടു a ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് ax സ്ക്വയർ പ്ലസ് bx പ്ലസ് c പ്ലസ് b. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. px plus q ന്യൂമറേറ്ററും ഡിനോമിനേറ്റർ. px plus q equal to a into d by dx of ax square plus bx plus c plus b. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇൻ്റഗ്രൽ എക്സ് പ്ലസ് 1 ബൈ എക്സ് സ്ക്വയർ പ്ലസ് 6x പ്ലസ് 25 ഡി എക്സ്. എക്സ് സ്ക്വയർ പ്ലസ് 6x പ്ലസ് 25ൻ്റെ ഡെറിവേറ്റീവ് എന്നാണ് 2x പ്ലസ് 6. അതിവിടെ ഉണ്ടെങ്കിൽ ഡയറക്റ്റ് ലോഗ് മോഡ് എക്സ് സ്ക്വയർ പ്ലസ് 6x പ്ലസ് 25 എന്ന് എഴുതാമായിരുന്നു. പക്ഷേ അതല്ല ആൻസർ. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് എക്സ് പ്ലസ് 1 ഈക്വൽ ടു എ ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 6x പ്ലസ് 25 പ്ലസ് ബി equal to x plus 1 equal to a into x square plus 6x plus 25ൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? 2x plus 6 plus b. നമുക്ക് ഇനി എയും ബിയും വേണം. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഫസ്റ്റ് സ്റ്റെപ്പ് ഇക്വേറ്റിംഗ് കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ്. ഇവിടെ കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് എന്താണ്? 1 ഈക്വൽ ടു ഇവിടെ എന്താണ്? 2a. ഇവിടെ ഇല്ല. ഇംപ്ലൈസ് a ഈക്വൽ ടു 1/2. നമുക്ക് a കിട്ടിക്കഴിഞ്ഞ് ഇനി ഇക്വേറ്റിംഗ് കോൺസ്റ്റന്റ് ടേം. ഓക്കെ, കോൺസ്റ്റന്റ് ഇവിടെ എന്താണ് കോൺസ്റ്റന്റ് ടേം? 1 ഈക്വൽ ടു ഇവിടെ 6a പ്ലസ് b. ഇവിടെ എൻ്റെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 1 ഈക്വൽ ടു 6a എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/2 പ്ലസ് b. ഇപ്പോൾ 1 ഈക്വൽ ടു
6/2 3 പ്ലസ് ബി, അങ്ങനെയാണെങ്കിൽ ബി ഈക്വൽ ടു 1 - 3 -2. നമുക്ക് എയും കിട്ടി ബിയും കിട്ടി. അതിന് ഇനി ഈ സ്റ്റെപ്പിന് പകരം എന് പകരം എന്ത് കൊടുക്കുക? 1/2 എന്ന് കൊടുക്കുക, ബിന് പകരം -2 എന്ന് കൊടുക്കുക. ഓക്കെ, അങ്ങനെയാണ് നമ്മളെ ക്വസ്റ്റ്യൻ. ഇൻ്റഗ്രൽ എക്സ് പ്ലസ് 1/x² പ്ലസ് 6x പ്ലസ് 25 dx ഈക്വൽ ടു ഇൻ്റഗ്രൽ എ ഇൻറ്റു എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ എന്ന് പറഞ്ഞാൽ 1/2 ഇൻറ്റു 2x പ്ലസ് 6 പ്ലസ് ബി, ബി എന്താണ്? ബി -2 ബൈ x² പ്ലസ് 6x പ്ലസ് 25. ഇതിനെ 2 ടേം ആക്കിയിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. ഈക്വൽ ടു ഇൻ്റഗ്രൽ 1/2 ഇൻറ്റു 2x പ്ലസ് 6 ബൈ x² പ്ലസ് 6x പ്ലസ് 25 dx മൈനസ് 2 ഇൻറ്റു ഇൻ്റഗ്രൽ dx ബൈ x² പ്ലസ് 6x പ്ലസ് 25. ഓക്കെ, ഇനി നിങ്ങൾ നോക്ക്, ഇതിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? x² പ്ലസ് 6x പ്ലസ് 25ൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? 2x പ്ലസ് 6 ആണ്. അതുകൊണ്ട് ആൻസർ 1/2 ലോഗ് മോഡ് x² പ്ലസ് 6x പ്ലസ് 25 -2. ഇത് നമ്മൾ കണ്ടുപിടിക്കണം. തൽക്കാലം ഞാൻ i എന്ന് ഇടുന്ന് ഇപ്പോൾ 2y. ഇനി നമ്മൾ ഇത് കൂടി ചെയ്യണം. ഇതും കൂടി ചെയ്താൽ ഈ ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ആയി. ഇതെങ്ങനെ ചെയ്യും? ഞാൻ നേരത്തെ എടുത്ത മെത്തേഡാണ് ഇത് ചെയ്യേണ്ടത്. അതൊന്ന് നോക്കാം. ഞാൻ ഇവിടെ വായിക്കുന്നുണ്ട്. ഓക്കെ, ഇൻ്റഗ്രൽ I equal to integral dx by x² plus 6x plus 25 equal to integral dx by നേരത്തെ പറഞ്ഞിട്ടുണ്ട് x² കോഎഫിഷ്യന്റ് 1 ആണോ നോക്കുക? 1 ആണ്. അങ്ങനെയാണെങ്കിൽ x-ന്റെ കോഎഫിഷ്യന്റിന്റെ പകുതിയുടെ സ്ക്വയർ ആഡ് ചെയ്യുക, അതിൻ്റെ കൂടെ തന്നെ സബ്ട്രാക്റ്റും ചെയ്യുക. അങ്ങനെയാണ് നോക്കാം. ഇന്റഗ്രൽ dx by x² plus 6x, 6ന്റെ പകുതി 3, 3ന്റെ സ്ക്വയർ 3² ആഡ് ചെയ്ത് 25 മൈനസ് 3² സബ്ട്രാക്ട് ചെയ്ത് ഈക്വൽ ടു ഇൻ്റഗ്രൽ dx ബൈ എക്സ് പ്ലസ് 3 ഹോൾ സ്ക്വയർ പ്ലസ് 25 മൈനസ് 9 ഈക്വൽ ടു 16. 16 നമുക്ക് എന്ത് ചെയ്യാം? 4² എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ ഇൻ്റഗ്രൽ dx ബൈ ഇതിൻ്റെ റിസൾട്ട് ആൻസർ 1/a tan ഇൻവേഴ്സ് x ബൈ എക്സ് പ്ലസ് 3, എക്സിന് പകരം x ബൈ 4 പ്ലസ് c. അങ്ങനെയാണ് നമുക്ക് ഇതിൻ്റെ ആൻസർ കിട്ടി. അങ്ങനെയാണ് നമ്മൾ ഫൈനൽ ആൻസർ ചെയ്യേണ്ടത്. ഈ ആൻസറിൽ ഐക്ക് പകരം ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അങ്ങനെയാണ് നമ്മളെ ഫൈനൽ ആൻസർ കിട്ടി. ഇത് 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. എന്തായാലും നിങ്ങൾ പഠിക്കുക. ഓക്കെ, ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്തുന്നു. മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം വരാം. ഓക്കെ, ബൈ.